എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മീഡിയം ബഡ്ജറ്റുള്ള മനോഹരമായ വീടാണ്. പാല പൊൻകുന്നം ഹൈവേയിലെ മെയിൻ ടൗണായ പൈക ടൗണിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു അടിപൊളി വീട്. 11 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് 1600 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. ഒറ്റ നിലയിൽ പണിയിരിക്കുന്ന വീട് 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ 2 ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. പറ്റാത്ത കിണറുകളുടെ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ മാത്രമേ ഉള്ളൂ. പൈക ടൗണിലേക്ക് വെറും 800 മീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ, ക്ഷേത്രം, സ്കൂളുകൾ അങ്ങനെ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് പൈക. അപ്പോൾ ഈ ഒരു പൈക ടൗണിൽ നിന്ന് അടുത്തൊരു ബസ് റോഡ്, ബൈബസ് റോഡിൽ നിന്ന് വെറും 150-200 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ല രീതിയിൽ പെടുത്തിരിക്കുന്ന ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുത്തൻ പുതിയ 3 ബെഡ്റൂം വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ല ഭംഗിയേറിയ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട് 11 സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പൈക ടൗണിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിയ ഗേറ്റാണ് വീടിന് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സൈഡിലൊരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. ധാരാളം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് കൂടിയിട്ട് അറിയുന്നുണ്ട്. വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും ബാധിക്കാത്ത മനോഹരമായ പ്രദേശമാണ്. ടൗണിൽ നിന്ന് വളരെ അടുത്തായി ആരാധനാലയങ്ങളിലൊക്കെ പെട്ടെന്ന് എത്താവുന്ന പോലെയുള്ള ദൂരമാണ് ഈ വീടിന് ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. കിണറിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നെറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടാണ്. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗം നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു 4-5 വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുള്ളത്. ഇതാണ് സിറ്റ് ഔട്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. ഇത് വലിയ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. സൈഡുകളിൽ അത്യാവശ്യം ചെടികളൊക്കെ നടാനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്ന വീടാണ്. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. 11 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത്, ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. അത്യാവശ്യം നമുക്ക് ഗ്രോബായിലൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ പുറകുവശത്തുണ്ട്. അലക്കല്ലും അതോടൊപ്പം ടാപ്പുമൊക്കെ വീടിൻ്റെ ഈ ഒരു പുറകുവശത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടെറസിൽ മുൻഭാഗത്ത് നാച്ചുറൽ റോഡും പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റും കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ കിച്ചണിൻ്റെ പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 സിലിണ്ടറുകൾ വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാട്ടർ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ മുറ്റത്തേക്ക് വന്നു. കിഴക്ക് ദർശനത്തിനാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. നല്ല ഭംഗിയേറിയ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഒരു പ്രയർ യൂണിറ്റ് നമ്മുടെ ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം ചെയ്തിരിക്കുന്നു. വലിയ ജനലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 4x2 സൈസിലുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് മത്സർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്ത് ചെറിയ കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. ഇവിടുന്ന് ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് ബേസും വെച്ചിരിക്കുന്നു. അതിൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്ലാസ് തട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.
3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണിത്. 2 സൈഡിലും ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ലൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. തടിയിലാണ് ഈ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗീസറിനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സെറാമിക് ഐറ്റംസും വയറിംഗ് ഐറ്റംസും എല്ലാം ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായതേ ഉള്ളൂ. ഏറ്റവും പുതിയൊരു വീടാണിത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള പാറ്റേണിൽ ടൈൽസ് കൊടുത്തിരിക്കുന്നു. പൈക ടൗണിലേക്ക് 800 മീറ്റർ മാത്രമാണ് ദൂരം. പള്ളി, സൂപ്പർ മാർക്കറ്റുകൾ, ബാഗുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയൊരു ടൗണാണ് പൈക. അമ്പലം, അതുപോലെ CBC സ്കൂള്, അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നിറഞ്ഞ നല്ലൊരു ടൗണാണ് പൈക ടൗൺ. ഹൈവേ വഴി പാലാപൊൻകുന്നം റൂട്ടിലേക്ക് ഇടുന്ന ധാരാളം ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഒരു 200 മീറ്റർ മാത്രം മാറി ബസ് റോഡാണ്. ഇഷ്ടംപോലെ ബസ്സുകൾ ഓടുന്നൊരു ഏരിയയാണ്. നല്ല അയൽവക്കങ്ങളൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. വലിപ്പമേറിയൊരു കിച്ചണാണ്. കിച്ചൺ റാക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നമുക്ക് പ്ലേറ്റുകളും തവികളൊക്കെ വെക്കാനുള്ളൊരു നല്ല സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി നമുക്കിവിടെയുണ്ട്. ഇത് നല്ല വലിപ്പമേറിയൊരു സെക്കൻഡ് കിച്ചണാണ്. വർക്ക് ഏരിയയാണ് വന്നിരിക്കുന്നത്. പുറത്തേക്കുള്ള ഡോർ ഇവിടുന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം കബോർഡുകളുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. പാലാ പൊൻകുന്നം ഹൈവേയിലെ മെയിൻ ടൗണുകളിലൊന്നായ പൈക ടൗണിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. ഈ ഒരു വീട്ടിൽ നിന്ന് പാലായിലേക്ക് കൃത്യം 10 കിലോമീറ്റർ, പൊൻകുന്നം ടൗണിലേക്ക് 13 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ 800 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, CBC സ്കൂള്, പള്ളി, ക്ഷേത്രം, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു ടൗണാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് 11 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. 1600 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. നമ്മൾ വീടിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 68 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളൊരു താഴെക്കാണ് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ